നമസ്കാരം, ഞാൻ മൃണാൾ. കഴിഞ്ഞ വർഷം എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും ഷൂട്ട് ചെയ്യുമായിരുന്നു, ഫോണെടുത്ത് ഷൂട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത് ഇന്നീ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിൽ രാജൻ ചേട്ടനാണുള്ളത്. രാജൻ ചേട്ടൻ ഇന്നില്ല നമ്മുടെ കൂടെ. ഈ ഇത് വരാല് കരുത്ത് കേൾക്കുന്നത് അത് കാരി. അവിടുത്തെ മീനിൻ്റെ ഫ്രഷ്നെസ്സിനെ കുറിച്ചിട്ടേ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. അപ്പം കാരിയും വരാലും ഒക്കെ എവിടെ നിന്നാണ് പിടിച്ചത്, എപ്പോഴാണ് വന്നത് ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ കഴിക്കുമ്പോൾ നമ്മളടുത്ത് മാറി നിൽക്കില്ല, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളടുത്ത് തന്നെ കാണും. ഇതുകൊണ്ട് 32 വർഷമായി മീൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓർഡർ അനുസരിച്ച് ഇറച്ചിയൊക്കെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് തരും. കാര്യം വരാലും നമ്മൾ ജീവനുള്ള കാര്യം വരാലും എടുക്കത്തുള്ളൂ. അത് നമ്മൾ വറക്കുന്നത്. പൊതുവെ തിരക്കുള്ളത് അതിനൊക്കെ എല്ലാം കഴിഞ്ഞ് ഇപ്പം തീരാതായില്ല. നേരത്തെ തിരക്കായിരുന്നു. ഇവിടെ 11:30 12 ചോറാകും. പകലുണ്ട്. പിന്നെ അത് 2 മണി കഴിഞ്ഞ് ബുക്കിങ്ങാണ്. വിളിച്ച് പറയും ഞങ്ങൾ ഇത്ര ചോറ് വെച്ചേക്കാൻ പറയും. അപ്പം നമ്മൾ ആ ചോറ് പോയി. ഇനി പറയുന്നത് നമ്മുടെ ആദ്യത്തെ പേപ്പർ പേപ്പർ റിപ്പോർട്ട് നമ്മുടേതാ. കണ്ടോ അത് കഴിഞ്ഞാൽ കൊല്ലത്ത് അമ്മച്ചിക്കട. പിന്നെ മുഹമ്മദ് വരാല് വിദ്യൻ. ഇത് പേപ്പർ റിപ്പോർട്ടല്ല, ഇത് 17 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. പിന്നെ നമ്മുടെ ആഹാരം എന്ന് അറിയാമല്ലോ, അങ്ങനെ എല്ലാം ഉണ്ട്. സലാഡ്, അവിയൽ, മെഴുക്ക് പുരട്ടി, മീൻ പീര, കപ്പ, കക്കാർച്ചി, മീൻ വറുത്തത്, മീൻകറി, സാമ്പാർ, പുളിശ്ശേരി, രസം. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. അത് 120 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ഭക്ഷണശാലയെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ആയതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത്. എവിടുന്ന് വരുവാന്നറിയാമോ? 8-9 കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നത്. 4 മാസത്തോളം മുമ്പ് രാജൻ ചേട്ടൻ നമ്മളെ വിട്ടിട്ട് പോയി. കട പിന്നെയും 1 മാസം കഴിഞ്ഞപ്പോൾ കട പിന്നെയും തുറന്നു. രാജൻ ചേട്ടൻ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് ഇടപെടുക ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് കാണാം. മതി. ഇത്രയും വലിയ ചൂരയുടെ പീസ് ഈ മീനിൻ്റെ കൂടെ, മീൽസിൻ്റെ കൂടെ ഉള്ളതാണോ? മൂപ്പര് വിളമ്പി തരുന്ന വരാലിൻ്റെ പീസ് കണ്ടല്ലോ അല്ലേ? ഇത് ഫ്രീ ആണേ. ചോറിനൂടെ വരാലും ഫ്രീ. ഇവിടെ കയ്പക്ക അച്ചാറുണ്ട്, കപ്പയുണ്ട്, മത്തി പൊരിച്ചുണ്ട്, സാമ്പാറിനെ സൈഡാക്കിയേക്കാണ്. നല്ല സ്പൈസിയാണ്. ഇതിൽ ഈ മത്തി എന്നെ ഹടാതെ ആകർഷിച്ചു. രാത്രിയിലെല്ലാം ലൈറ്റ് അടിച്ച് കോരാനൊക്കെ തരും. ഇപ്പൊ കോരിക്കൊണ്ടെന്ന് വിളിക്കും. അന്നേരം നമ്മൾ മീനെടുക്കും. നമ്മൾ 1 കിലോ കറി 4 തൂങ്ങുന്നത് അടിച്ച് 10 മുതലോട്ടുള്ള എടുക്കത്തില്ല. അല്ലെങ്കിൽ ഒരു വിലപ്പോറിന് 1 കിലോ വെള്ളമുള്ളതുണ്ട്. അത്ര ചെയ്ത് എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വരാനും കാര്യമൊക്കെ ഇങ്ങനെ കിട്ടും. എല്ലാവരും കൂടെ പിടിച്ചത് തരും. ഈ ഇന്ദ്രി ചൂണ്ടുണ്ട്, ഇപ്പോഴത്തെ ഈ ഇന്ദ്രി ആ ചൂണ്ടയ്ക്ക് അവിടെ പിടിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ രീതി. പിന്നെ ആഹാരമല്ലേ കൊടുക്കുന്നത്, നമ്മൾ വൃത്തിയായിട്ട് കൊടുക്കും. കട ഇപ്പോൾ 34 വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അന്നോട്ടേ ഉണ്ട്. ആദ്യമേ 2-3 പ്രൈവറ്റ് ബസ്സുകാർക്ക് റൂം ഉണങ്ങിയതാണ്. പിന്നെ ബോട്ടുകാരുണ്ടായിരുന്നു. അവന് ആലപ്പുഴയിൽ ടൂറിസ്റ്റുകൾ ഫോറിനേഴ്സ് വരുമായിരുന്നു, അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളായിരുന്നു. പിന്നെ 2018 മുതൽ സജീവമായിട്ട് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ബ്ലോഗർമാർ വരികയും അന്യ ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നു. എങ്കിലും ഒരുപാട് മേഖലകൾ എല്ലാവരും വരുമായിരുന്നു. സാമ്പാർ കേട്ടില്ല. എന്തൊരു ഫ്രഷാന്ന് അറിയുമോ? വരാല് ഇത്രയും ഫ്രഷ് ഒരു മീൻ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്നോ? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വീട്ടിലോട്ടല്ല പോണേ. പുളിശ്ശേരി കുട്ടിയില്ല. ആ പുളിശ്ശേരിന്റെ മീൻ കറി തന്നെ കഴിക്കരുത്. എല്ലാ ആഹാരവും വരും. സാമ്പാർ തന്നാ സാമ്പാർ തന്നു. അത് ഇനി പുളിശ്ശേരി തരും. ഇത്തിരി പുളിശ്ശേരി തരാമോ? ഇനി രസവും തരും. അത് കഴിച്ചെടുത്തേക്കാനൊക്കെ പൈനാപ്പിളാ. ഓക്കെ.
ഇനി രസം തരും. തലയാ പുളിശ്ശേരിയിലോട്ട് പോവാം. ഇത്രയും ദൂരേക്ക് എത്ര പേരാ വണ്ടി പിടിച്ച് വരുന്നത്? ഇവിടെ ഇത് ഒപ്പം വൈകുന്നേരം കിട്ടും. നമ്മൾ പോയാൽ സാധനം എടുത്തു തുടങ്ങിക്കോളി. ചൂട കറിയുണ്ട്, മരാലി കറിയുണ്ട്. ഏത് വേണം? ചൂരയാണ്. പോയിക്കട്ടെ.